സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ RSSനെ പറ്റി നമ്മുടെ മറുനാടൻ ഷാൻസ്കറിയാക്കി തീരെ ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം അതിനങ്ങ് പുകഴ്ത്തേണ്. എന്തൊക്കെയോ ആണെന്നാണ്. രാഷ്ട്ര പുനർനിർമ്മാണമാണ്, രാഷ്ട്രത്തോടുള്ള സ്നേഹമാണ്, രാഷ്ട്രത്തോടുള്ള കൂറാണ്, ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്ന എന്തോ തേങ്ങയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് RSS ഒരു അത്ഭുതമാണ്, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെയാണ്. അതായത് ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയാണ് RSS എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന തെണ്ടി പരിഷ നാഥുറാം വിനായക് ഗോഡ്സെയെ അവതാര പുരുഷനാക്കി കൊണ്ടു നടക്കുന്ന, അവന് ജയ് വിളിക്കുന്ന, അവന്റെ പ്രതിമയുണ്ടാക്കി വെച്ച് മാലയിടുന്ന ഈ തെമ്മാടിക്കൂട്ടങ്ങളെ പുകഴ്ത്താൻ ഈ ഷാജൻസ്കറിയക്ക് നാണവും മാനവും ഇല്ലാതായി പോയല്ലോ. ഷാജൻസ്കറിയ എന്തൊക്കെയോ ജേർണലിസം പഠിച്ചു വന്നു, ഞാൻ അതിനനുസരിച്ച് സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ഞാൻ ആരെയും താങ്ങാറില്ല എന്ന് പറയുന്നതൊക്കെ വെറും പച്ചക്കള്ളമാണ്. അതായത് ക്രിസ്ത്യാനി അല്ല എന്ന് പറയണം. നീ പറയണം ഞാൻ ക്രിസ്ത്യാനി അല്ല എന്ന് പറയണം. കാരണം ഈ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ദളിതനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഥമ അജണ്ട എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഷാൻസ്കറിയക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാലും അവരെ ഇങ്ങനെ പുകഴ്ത്തേണ്ട കാര്യം എന്ന് പറയുന്നത് ഷാൻസ്കറിയക്കുണ്ട്. ഷാൻസ്കറിയക്ക് പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഈ പുകഴ്ത്തി പറയുന്നത്. അവസരവാദി എന്ന് പറയുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അവസരവാദി എന്ന് പറയുന്ന ഷാൻസ്കറിയാണ്. ഓന്ത് നിറം മാറുന്നത് പോലെ അതിനനുസരിച്ച് മാറാൻ ഷാൻസ്കറിയക്കുള്ള കഴിവ് ഒരു പ്രത്യേകമാണ്. കാരണം മനുഷ്യന്മാർക്ക് തൊലി എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗത്തിനേക്കാൾ വലിയ കട്ടിയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണ്ടാമൃഗത്തിന്റെ തൊലി ചിലപ്പോൾ തൊട്ടു നോക്കിയാലേ അറിയാം, നമ്മൾ തൊട്ടിട്ടില്ലല്ലോ. ചിലപ്പോൾ മൃദുലമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ശരി, ഷാൻസ്കറിയ ഈ കാണിക്കുന്നതും ഈ പറയുന്നതും ചരിത്രം മാപ്പ് തരില്ല, സമുദായം മാപ്പ് തരില്ല. മനസ്സിലാക്കണം, ഈ RSSനെ എന്തിന്റെ പേരിലാണ് ഈ താങ്ങുന്നത്? ഹൈന്ദവ സംസ്കാരമാണ്, ഹിന്ദുവാണ്, മറ്റതാണ്, മറിച്ചതാണ്. ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളെ തന്നെ പല തട്ടുകളിലാക്കി ബ്രാഹ്മണ മേധാവിത്വം കൊണ്ട് കൈ കഴുകുന്നവരാണ് ഈ RSSകാർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കേട്ടതാണ്, കർണാടകയിലെ നമ്മുടെ മന്ത്രി അദ്ദേഹം പറഞ്ഞു RSSന്റെ സംഘടന രജിസ്റ്റർ ചെയ്യണം, കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്യാലേ പ്രവർത്തിക്കാൻ ഒക്കുള്ളൂ. അപ്പോ RSSന്റെ മേധാവി പറഞ്ഞു അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഒക്കില്ല. എന്തുകൊണ്ട് ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെ പ്രവർത്തിക്കും? അത് പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. അതായത് ഗവൺമെന്റ് നിയമത്തിനും അപ്പുറം ഏതൊരു സംഘടനയുണ്ട് ലോകത്ത്? എല്ലാ നിയമത്തിന് അതീതരാണ് എന്ന് RSSകാർ പറഞ്ഞ അങ്ങനെയല്ല. നിയമം അനുസരിച്ച് ജീവിക്കണം. ഏത് അവനായാലും ശരി, RSSകാരനായാലും ബജ്രംഗ് ദളായാലും ഏത് അവനായാലും ശരി, രജിസ്റ്റർ ചെയ്ത് തന്നെ ഇവിടെ പ്രവർത്തിക്കണം. അല്ലാതെ ഒരുത്തനും പ്രവർത്തിക്കാൻ അധികാരവും അവകാശവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൈന്ദവ സംസ്കാരം ഹിന്ദു എന്ന് പറയുന്നത് ഷാൻസ്കറിയ ഹിന്ദ് എന്ന് വിളിച്ചത് ആരാണ്? ആദ്യം ഹിന്ദെന്ന് വിളിച്ച മുസ്ലിങ്ങളാണ്, അറബികളാണ് വിളിച്ചത് ഹിന്ദ് എന്ന്. അതിനുശേഷമാണ് ഹിന്ദു എന്നുള്ള പേര് വന്ന് ഇന്ത്യ എന്നുള്ള പേര് വന്നത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഈ ഷാൻസ്കറിയക്ക് ഇല്ലാതായി പോയല്ലോ. എത്രയോ വർഷത്തെ പാരമ്പര്യമുണ്ട്, 100 വർഷം ഇപ്പൊ തികച്ചു. അതിന്റെ ഇതാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് തനി വർഗീയത എന്ന് പറഞ്ഞാൽ ജാതിയും മതവും തമ്മില് അതായത് കൂട്ടിക്കലർത്തി ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയതയുണ്ടാക്കി കലാപമുണ്ടാക്കി കലാപ കലുഷിതമായ ഒരു അന്തരീക്ഷം നിലനിർത്തിയാലേ ഇവനെല്ലാം വളരാനൊക്കെയുള്ളൂ. പറയുന്നത് അവർക്ക് വേറൊന്നുമില്ല. രാഷ്ട്ര പുനർനിർമ്മാണം, ദേശസ്നേഹികളാണ്. നമ്മളിപ്പോ കണ്ടാണ് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തില് അതിന്റെ പണം 200 കോടി ഒരുത്തൻ മുക്കി, വേറെ 1500 കോടി രൂപ വരെ അവിടുന്ന് കട്ടുകൊണ്ടുപോയി. എല്ലാം RSSകാരാണ്. അപ്പൊ ഈ RSSകാർ പണത്തോട് ആർത്തിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? പണം അവർക്ക് വേണ്ട, പണം അവർക്ക് പ്രശ്നമല്ല. അവര് സ്വമേധയാ രാഷ്ട്രത്തിന് വേണ്ടി അങ്ങനെ ജീവിതമേ ബലിയർപ്പിച്ചിരിക്കുകയാണ്. അവരാണ് പ്രചാരകർ, അവരാണ് അവിടെ പണം എണ്ണിത്തിട്ടിപ്പെടുത്തുന്നത്. അപ്പൊ എത്ര തെമ്മാടിത്തരം എന്ന് പറയുന്നത്, യവന്മാര് കാണിക്കുന്ന പോലെ തെമ്മാടിത്തരം ദുനിയാവിൽ, അതായത് ലോകത്ത് വേറെ ആരും കാണിക്കില്ല. എന്നിട്ട് അതിനെ വെള്ളപൂശേണ്ടിരുന്നത്. അപ്പോ നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവന്
ന്യായീകരിക്കുകയാണ്. ഒരു ചെറിയ ഒരു വെടി വെച്ച് വന്നു, ചെറിയ ഒരു വെടി. ഇവനൊക്കെ ഇത്രയും വൃത്തികെട്ട തെമ്മാടിക്കൂട്ടങ്ങളാ ന്യായീകരിക്കാൻ ഷായൻസ്കറിയായെ പോലെ തൊലിക്കെട്ടി എന്ന് പറഞ്ഞ അപാര. കാരണം ഷായൻസ്കറിയാക്ക് എന്ന് പറഞ്ഞാൽ ഷായൻസ്കറിയയുടെ കുടുംബം ഇംഗ്ലണ്ടിലാണ്. ഇവിടെ നിന്ന് പോയി വരണമെന്നുണ്ടെങ്കിൽ അവിടെയും പല കാര്യങ്ങളുണ്ട്. ഇസ്രായേലിൽ പോകണം, കാര്യം യഹൂദന്മാരെ പിന്തുണ വേണം. പിന്നെ ഇംഗ്ലണ്ടിൽ പോയി സോറി കുടുംബത്തെ കാരണം ഇതിനൊക്കെ പാസ്പോർട്ടും അതും ഇതും വേണം. ഈ RSSകാരുമായിട്ടും പിന്നെ BJPകാരുമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ അവിടെ പോക്ക് മുടങ്ങും. അപ്പൊ പല കാര്യങ്ങളുണ്ട്. അപ്പൊ പല നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഓരോരുത്തരും ഓരോ സൗകര്യങ്ങളിൽ നിന്ന്. സാധാരണക്കാരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ എന്നും സൗജന്യങ്ങളോ ഇവന്റെ എന്നും ആനുകൂല്യങ്ങളോ ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കണം. വിമർശിക്കാതിരുന്നാൽ എങ്ങനെയാണ്? ഈ പിന്നെ മോഡി ഗവൺമെന്റ് ചെയ്യുന്ന നമ്മൾ വേറെ ഒന്നും എടുക്കണ്ട. ഈ അദാനിയും പിന്നെ അംബാനിയും എങ്ങനെയാണ് ഇവിടുത്തെ പണക്കാരായത്? എങ്ങനെയാണ് കാശുകാരായത്? ഈ വഴിവിട്ട് എന്തെല്ലാമാണ് ഈ മോഡി ചെയ്തു കൊടുക്കുന്നവർക്ക് വേണ്ടി? ഇവിടെയുള്ള സാധാരണക്കാരനായ പാവപ്പെട്ടവനായ ഹിന്ദുവിന് വേണ്ടി എന്താണ് ഈ ഇത്രയും വർഷത്തിനിടയിൽ RSSകാരും ഈ പിന്നെ BJPക്കാരും അവര് കുടുംബങ്ങളും, അതായത് RSS സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിലും ഏതായാലും സംഘടനകളായിരുന്നാലും പാവപ്പെട്ട ഹിന്ദുവിന് വേണ്ടി വേറെ ആർക്കും വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പിന്നെ സിഖുകാർക്കും വേണ്ടി ബുദ്ധമതക്കാർക്കും വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. പാവപ്പെട്ട ഹിന്ദുവിന് വേണ്ടി നിങ്ങൾ എന്ത് നന്മയാണ് ചെയ്തത്? ഒരു നന്മയും ചെയ്തിട്ടില്ല. ചെയ്തത് മൊത്തം ഇവിടെ അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ്. രണ്ട് ഗുജറാത്തികൾക്ക് വേണ്ടി ഭരിക്കുന്നു. ലോകം മൊത്തം ഒരു പ്ലെയിനും കൊണ്ട് സഞ്ചരിക്കുകയാണ് മോഡി. അതായത് 4200 കോടി രൂപ വെറും മോഡിയുടെ പുകഴ്ത്തലിന് വേണ്ടി, പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇവിടെ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി 99 ലക്ഷം രൂപ അയാളുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ചെലവഴിച്ചു എന്നും പറഞ്ഞ് ഷായൻസ്കറിയെ പിന്നെ കരഞ്ഞ് പിന്നെ കണ്ണീരൊഴുക്കുന്നത് ഞാൻ 2 ദിവസത്തിന് മുമ്പ് കാണാനിടയായി. അപ്പൊ ഈ 4200 കോടി രൂപ സ്വന്തം ഇമേജിന് വേണ്ടി, പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ച മോഡിയെ പറ്റി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുമ്പോ ആരെയെങ്കിലും എന്തെങ്കിലും വിമർശിക്കുമ്പോൾ എല്ലാവരെയും വിമർശിക്കണം. ആരെ ഒഴിവാക്കി നിർത്തരുത്. ആരും വിമർശനത്തിന് അതീതരല്ല. അപ്പൊ സത്യസന്ധമായിട്ട് പറയണം, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണം. ഇപ്പൊ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലത്ത് ക്രിസ്തു മതവിശ്വാസികൾപ്പെട്ട, അത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അതിലൊരു വിഭാഗക്കാര് അവിടെ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഒരു ഹാളിൽ. അപ്പൊ അവര് അത് വാടകയ്ക്കെടുത്തതാ എങ്ങനെയായിരുന്നാലും ശരി, അവിടെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് BJPക്കാരും RSSകാരും തടയാണ്. വല്ല കാര്യമുണ്ടോ? തടയേണ്ട കാര്യമുണ്ടോ? അത് കൂടുതലും സ്ത്രീകളാണ്, ആരാധിക്കാൻ വന്നവരാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വന്നവരാണ്. അവരെ തടയേണ്ട കാര്യമുണ്ടോ? അതിനെ തടയാൻ, പിന്നെ ആരാധിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു തടയാൻ അവിടെ സംഘർഷം ഉണ്ടാക്കുകയാണ്. പോലീസ് വന്നു, പ്രശ്നങ്ങൾ ഉണ്ടായി. ആരെന്ത് ചെയ്താലും ശരി അത് നിയമത്തിന്റെ വഴിയെ പോയാൽ പോലെ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി നിങ്ങൾക്ക് തീർത്താൽ പോടെ. അവിടെ തടയാൻ വരാൻ നീ ആരാണ്? ഈ RSSകാരും BJPക്കാരും ഇതൊന്നും പിന്നെ ഷായൻസ്കറിയെ കാണൂല. അവിടെ ഉണ്ടാവുന്ന സംഘർഷങ്ങളും അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഒന്നും ഷായൻസ്കറിയെ കാണൂല. അതായത് BJPക്കാർ എല്ലാവർക്കും ബാക്കിയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഷായൻസ്കറിയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കും. അങ്ങ് ഉഗാണ്ടയില്, നൈജീരിയയില് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അവിടെ പോയി നോക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ ഇവിടുത്തെ കാര്യം പറയണം. അല്ലാതെ ഉഗാണ്ടയിലും മറ്റിടത്തും പോയി, കാരണം അവിടുന്ന് ആളുകൾക്ക് പോയി അതൊന്നും അന്വേഷിക്കാൻ നോക്കൂലല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ ന്യായീകരിക്കുന്നത്, അതായത് ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആക്രമിക്കാനും പിന്നെ അവരെ കൊല്ലാനുമുള്ള അവകാശം ഹിന്ദുക്കൾക്കുണ്ട്, അല്ലെങ്കിൽ RSS പിന്നെ സംഘപരിവാറുകാർക്ക് ഉണ്ട് എന്ന് പച്ചയായിട്ട് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി പറയുന്നതിന് ഹിന്ദു രാഷ്ട്രമാണ് എങ്ങനെയാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവുന്നത്? ഇപ്പൊ ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്തുകൊണ്ടാണ് ബാക്കിയുള്ള രാഷ്ട്രങ്ങളിൽ പോയി അവിടെ പോയി അങ്ങ് കുടിയേറാത്തത്? ഇപ്പൊ പാകിസ്ഥാൻ ഒന്നും പറഞ്ഞ് ഉണ്ടാക്കി ഒരു രാജ്യം ഉണ്ടാക്കി പോയി 47. ശരിയാണ്. ഞങ്ങൾക്ക്, അതായത് മുസ്ലിങ്ങൾക്ക് അതില് ഒരു രാഷ്ട്രം മുസ്ലിമിന്റെ പേരിൽ ഉണ്ടാക്കി പോകുന്നതിനോട് താല്പര്യമല്ല. ഞങ്ങൾ ഇവിടെ ജനാധിപത്യം, മതേതരത്വം, പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു കഴിഞ്ഞ എല്ലാ സമൂഹങ്ങളുമായിട്ട് മതേതരത്തിൽ വിശ്വസിച്ചിട്ട് ഇവിടെ ജീവിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. അപ്പൊ അതല്ല നിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞാൽ അവന്റെ എന്നും പിന്നെ പിതാക്കന്മാരുടെ പിന്നെ വകയൊന്നും അല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കും, ഇന്ത്യയിൽ ഞങ്ങൾ മരിക്കും, ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കും. അതിന് RSSകാരുടെ പിന്നെ
അനുമതിയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. RSSകാർ എന്ന് പറയുന്നത് നിങ്ങളെടുത്ത് പരിശോധിക്കണം. ഇന്ത്യയില് ഇന്ന് വരെ 47 ശേഷമുള്ള ഇന്ത്യ മഹാരാജ്യം ഉണ്ടായതിനു ശേഷം രാജ്യത്തെ ഒറ്റുകൊടുത്തവരുടെ കണക്കെടുത്ത് പരിശോധിക്കണം. RSSകാർ തന്നെ വിടട്ടെ, അല്ലെങ്കിൽ ഷായസ്കറി തന്നെ വിടട്ടെ. ഷായസ്കറി ബാക്കി എല്ലാ കാര്യങ്ങളും ചെകഞ്ഞു നോക്കി അതിന്റെ കണക്കുകൾ നിരത്തുന്നവനാണ്. അപ്പൊ ഷായസ്കറി തന്നെ നോക്കിയിട്ട് പറ, ഇവിടെ ഇന്ത്യയെ ഒറ്റുകൊടുത്ത പാകിസ്ഥാന് വേണ്ടിയായിരുന്നാലും ശരി, അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നാലും, ഇനി യഹൂദന്മാർക്ക് വേണ്ടിയായിരുന്നാലും ശരി, ഇന്ത്യയെ ഒറ്റുകൊടുത്ത ചരിത്രം RSS സംഘപരിവാറുകാർക്കാണ്. 95% അവരാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്നും വേണ്ട, വേറെ ഒന്നും എടുക്കണ്ട. പിന്നെ ഇപ്പോഴത്തെ ഫോറിൻ സെക്രട്ടറി എടുത്താൽ മതി, അയാൾ പറഞ്ഞു തരും ആരാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ചരിത്രം എന്ന് പറയുന്നത്. പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് ഇംഗ്ലീഷുകാർ രാജ്യം ഭരിച്ചപ്പോൾ അവരുടെ ഷൂ നക്കാൻ പോയി. അതുകൊണ്ടാണല്ലോ ഷൂ നക്കികൾ എന്ന് വിളിക്കുന്നത് ഈ RSSകാർ. അല്ല ചുമ്മാ വെറുതെ തമാശയ്ക്ക് വിളിക്കുന്നതാ? അതൊന്നും അല്ല. അപ്പൊ അത് മനസ്സിലാക്കണം, ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്ന തലമുറ ഇതൊക്കെ പഠിക്കണം. RSSകാർ എന്താണ്, എങ്ങനെയാണ് അവർ. എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആയുധ പരിശീലനം നടത്തണം. കാരണം RSSകാർ BJPക്കാർ മാത്രം നടത്തിയാൽ പോരാ. അവർക്ക് മാത്രം ആയുധം കൊണ്ട് എന്തും ചെയ്യാം. നിങ്ങൾ എടുത്തു നോക്കി, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും അവന്മാർ ഊരിപ്പിടിച്ച വാളുമായിട്ട് പ്രകടനം നടത്തുന്നു, ആളുകളെ കൊല ചെയ്യാൻ പോകുന്നു, പള്ളികൾ പൊളിക്കുന്നു, ചർച്ചുകൾ പൊളിക്കുന്നു, വിശ്വാസികളെ തടയുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അവകാശം ആരാണ് കൊടുത്തത്? അപ്പൊ അങ്ങനെയുള്ള അവർക്ക് അവകാശമുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇന്ത്യക്കാരനും അവകാശമുണ്ട്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ, എന്റെ മാത്രമല്ല സാധാരണക്കാരനായ എല്ലാ മതേതര വിശ്വാസികളുടെയും അഭിപ്രായം എന്ന് പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആയുധ പരിശീലനം നടത്തും. കാരണം ഇവനെല്ലാം നാളെ ഒരു സമയത്ത് നമ്മളെ മുകളിൽ കുതിര കയറാൻ വന്നാൽ തടയാനുള്ള തൻ്റെ ഇടവും അതിനുള്ള ധൈര്യവും നമുക്കുണ്ടാവണം. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആയുധ പരിശീലനം യവന്മാർ നടത്തുന്ന പോലെ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ആയുധ പരിശീലനം അവന്മാർക്ക് നടത്താൻ പാടില്ലെങ്കിൽ നമുക്ക് നടത്തണ്ട, അല്ലെങ്കിൽ എല്ലാവരും നടത്തണം. അപ്പോൾ എന്തായാലും ശരി, ഇന്ത്യ ഒരു വെല്ലുവിളിയാണ് ഇത്. RSSകാരന്റെ വെല്ലുവിളിയാണ്, സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിനെ നമ്മൾ ശക്തമായി നേരിടണം. അതായത് ഇങ്ങനെയുള്ള ചാനലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 90% നടത്തുന്ന പറഞ്ഞാൽ സംഘികളും കൃസംഘികളുമാണ്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റിന് അതിന്റെ പൈസ കിട്ടുന്നുണ്ട്. ഈ RSSകാരും സംഘപരിവാറുകാരും ആയിരക്കണക്കിന് കോടി അമരയിലുണ്ട്. അപ്പൊ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിക്കും, അല്ലാത്ത സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കും, അദാനി അംബാനി ആവശ്യം പോലെ കൊടുക്കും. കാരണം അവരുടെ പണച്ചാക്കുകൾ, അവരുടെ ഗോഡൌൺ എന്ന് പറയുന്നത് അവിടെയാണ്, അവന്മാരുടെ കയ്യിലാണ്, അദാനിയുടെയും അംബാനിയുടെയും കയ്യിലാണ്. എത്ര 1000 കോടി വേണമെങ്കിലും കൊടുക്കും. MLA വിലയ്ക്ക് വാങ്ങിക്കും, MPയെ വിലയ്ക്ക് വാങ്ങിക്കും, മുനിസിപ്പാലിറ്റി കൗൺസിലറെ വാങ്ങിക്കും, കോർപ്പറേഷൻ മേയറെ വേണമെങ്കിലും അവർ വാങ്ങിക്കും. അതുകൊണ്ട് അത് മനസ്സിലാക്കി സാധാരണക്കാരനായ ഇന്ത്യക്കാർ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർ ഇവരുടെ ആ തനി നിറം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇവരെ ഏതെല്ലാം രീതിയിൽ എതിർക്കാനൊക്കെ ആ രീതിയിൽ എതിർക്കണമെന്നും നമ്മുടെ മതേതരത്വ ഇന്ത്യ നിലനിൽക്കുന്നു കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇവർക്കെതിരെ പടപൊരുതണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.